എൻ്റെ മാസ്റ്റർ ബ്രെയിൻ 2.0 എന്ന് പറയുന്ന ചാനൽ മിക്കവരും കണ്ടിട്ടുണ്ടാകും. അതിലെ വീഡിയോകൾ പലതും വൈറലുകളാണ്. അതിൽ പല വിശ്വാസങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദു വിശ്വാസത്തിൻ്റെ കഥ പറയുന്നുണ്ട്, മുസ്ലിം വിശ്വാസത്തിൻ്റെ കഥ പറയുന്നുണ്ട്, അതുപോലെ ക്രിസ്തു വിശ്വാസത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലെ കേട്ടുകേൾവി ഇല്ലാത്ത പല വിശ്വാസങ്ങളും നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ആ പല വീഡിയോകളും നിശ്ചിതമായിട്ട് തന്നെ വിമർശിക്കാറുണ്ട്. ഇതിൻ്റെ പിറകെ പോകരുത്, നിങ്ങളുടെ പൈസയും ധനവും മാനവും ഒക്കെ പോകുമെന്നൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചിന്തിച്ചു, നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ പോകാൻ ഒരു സമൂഹം തന്നെയുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും അവർ നന്നാവത്തില്ല. പിന്നെ ഞാൻ ആ പറച്ചിലങ്ങ് നിർത്തി. നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട, അതൊക്കെ നിങ്ങൾക്ക് വിടുകയാണെന്നുള്ള ഒരു കൺക്ലൂഷനോടെ പല വീഡിയോകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ. അതൊക്കെ തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയൊക്കെ നമ്മുടെ കേരള സമൂഹത്തിനുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. എങ്കിലും പല വീഡിയോകൾ ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഭയങ്കര രൂക്ഷമായ കമൻറ്റുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പറയുന്ന കമൻറ്റുകൾ ഇങ്ങനെയാണ്: നീ ഹിന്ദുക്കളെ മാത്രമേ ചൊറിയത്തോടെ, മറ്റു മതങ്ങളെ തൊട്ട് കഴിഞ്ഞ് നീ വിവരം അറിയും, മറ്റേതാ മാങ്ങത്തൊലി എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അതിൻ്റെ പിന്നിൽ കാരണം എന്താണെന്ന് അറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ഹിന്ദു വിശ്വാസത്തിലുള്ള ദൈവങ്ങൾ, അതല്ലെങ്കിൽ ആൾദൈവങ്ങൾ, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് പഠിച്ച കള്ളന്മാരല്ല. മറ്റുള്ളത് ആര്? ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളന്മാരാണ്. അവരെ പിടികിട്ടാൻ വലിയ പാടാണെന്നേ. നമുക്ക് പിടികിട്ടത്തില്ല. പലപ്പോഴും അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടും. മറ്റേന്ന് പറയുന്നത് അന്നത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നത്തെ ആ നിലനിൽപ്പിന് വേണ്ടി മാത്രം പൈസ ഉണ്ടാക്കുന്നവരാണ് ഈ ഹിന്ദു ആൾദൈവങ്ങളെന്ന് പറയുന്നവർ. മറ്റവരെന്ന് പറയുന്നത് തലമുറകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഖജനാവ് വീർക്കുന്നതുവരെ കള്ളത്തരവും കാപട്യവും കാണിച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് മറ്റുള്ള ആൾദൈവങ്ങളെന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസ സമൂഹങ്ങളെന്ന് പറയുന്നത്. ഒന്നും ഓർക്കുക, നമ്മളെല്ലാവരും അടച്ചങ്ങ് ആക്ഷേപിക്കുകയല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ നല്ലവരുണ്ട്. അവർ ദൈവത്തിൻ്റെ പാത പിൻപറ്റി സമൂഹം നന്നാവണം എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും, ഞാൻ അടുത്തറിഞ്ഞ ബഹുഭൂരിപക്ഷവും കാവേലി മുക്കാ തട്ടിപ്പ് മാത്രമാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ ക്രിസ്തു അല്ലെങ്കിൽ അത് വിശ്വാസങ്ങളോട് മുന്നോട്ട് പോകുന്ന ആ മത അധ്യക്ഷന്മാരെയും പാസ്റ്റർമാരെയും കാണണമെങ്കിൽ വലിയ പാടാണ്. അവർ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടും. അവർ കൂടുതൽ ഈ രോഗസൗഖ്യം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുത പ്രവൃത്തികളൊക്കെ നടത്തുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? വലിയൊരു ജനസമൂഹത്തിന് മുമ്പിൽ വെച്ചാണ്. ഒരു വലിയ ധ്യാനം വിളിച്ചു കൂട്ടും, അല്ലെങ്കിൽ വലിയ കൺവെൻഷൻ വിളിച്ചു കൂട്ടും. ആ ഒരു സദസ്സിലാണ് ഇവരുടെ അഭ്യാസങ്ങൾ കൂടുതൽ നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാലും കൈ ഒടിഞ്ഞവനെ വളരെ കൂളായിട്ട് അത്ഭുത രോഗശാന്തി നേരുന്നു, ദൈവം നിൽ പ്രസാദിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അഭ്യാസങ്ങൾ അവിടെ കാണിക്കുക. അപ്പോൾ കാണുന്നവർ വിചാരിക്കും, എന്തോ ദൈവമേ നോക്ക്, ഭയങ്കര അഭ്യാസമല്ലയോ. അതുപോലെ തന്നെ ക്യാൻസറുമായിട്ട് വന്നിരിക്കുന്ന, ഇവിടെ വലിയ മുഴയായിട്ട് വന്നിരിക്കുന്നവനെ മുഴ മാറ്റിവിടുന്നു. അങ്ങനെയുള്ള കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത, ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്, പ്ലാൻ ചെയ്ത നമ്പറുകളാണ് അവിടെ നടപ്പിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പേ അവർ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഒരു രോഗി എന്ന് പറയുന്ന ഒരാളെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുന്നു, രോഗം മാറ്റി വിടുന്നു എന്നുള്ളതൊക്കെ ഈ വന്ന കാലത്ത് പച്ചിരി തിന്നുന്നവനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്പറുകളാണ് അത്തരം സദസ്സുകളിൽ അവർ നടപ്പിലാക്കുന്നത്. നമുക്ക് അവരെ തൊടാൻ പോലും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സദസ്സിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് അസംഭവ്യമാണ്, നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള അയ്യോ പാവം കേസ് കെട്ടുകളെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇതാണ് ആനയാണ് നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? പലപ്പോഴും ഈ അളിയന്മാർക്ക്, അതായത് വലിയ സദസ്സുകളിൽ ഈ അത്ഭുതങ്ങൾ കാട്ടുന്ന ഈ അളിയന്മാർക്ക് നാക്ക് പിഴയ്ക്കാറുണ്ട്. അതായത് ഇവർ പൊക്കിക്കൊണ്ടു കൊടുക്കുന്ന ദൈവം തന്നെ 8ൻ്റെ പണി കൊടുക്കാറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ. കൊട്ടാരക്കലുള്ള ഒരു വലിയ പാസ്റ്റർ, അയാൾക്ക് ഒരുപാട് ആരാധക വൃന്ദമുള്ള ഒരു പാസ്റ്ററായിരുന്നു. ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അയാൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരു സമയത്ത് ഇഷ്ടംപോലെ പൈസ വന്ന് മറിയുകയാണ്. അപ്പോൾ കൂടുതൽ ആർത്തി തോന്നിയപ്പോൾ ഇദ്ദേഹം വലിയൊരു കളി നടത്തി. ഇദ്ദേഹം വലിയൊരു സദസ്സിന് മുമ്പിൽ ഒരു ഭയങ്കര നമ്പർ കാണിച്ചു. ഒരു കാര്യമില്ല, ഈ ഗുളിയം വന്ന് ചാടുമല്ലോ, ആ സമയത്ത് അതൊക്കെ തോന്നും. എന്താ ചെയ്യുന്നറിയാമോ? ഇദ്ദേഹത്തോട് യേശു ഡയറക്റ്റായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. കണ്ടോ മോനെ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ ചെയ്യുന്നതെല്ലാം ഭയങ്കരമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ സ്വരം എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ കാണിച്ചു. പുള്ളി പിന്നെ എവിടെയായി? ഏറിലായി. എല്ലാവരും കൊണ്ട് ഇളവില്ലയോ? ഇതൊക്കെ ഈ മനസ്സിലാക്കാൻ പറ്റാത്ത സമൂഹമൊന്നുമല്ല. ഇയാളെ പിന്നെ വലിച്ചു കയറി ഒട്ടിച്ചു. അതിനുശേഷം വേറൊരുത്തൻ വന്നിട്ട് ഒരു കുട്ടി നിക്കറുമായിട്ട് സ്റ്റേജ് വന്ന് പ്രസംഗിക്കുവാണ്. അപ്പോൾ ആൾക്കാർ നോക്കിയേ, ബെർമൂഡ ഇട്ടുകൊണ്ടൊരു പാസ്റ്റ് വന്ന്, ഒരു കൊച്ചു പയ്യനാണ്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കേസാണ്. ആ പയ്യൻ വന്ന് സ്റ്റേജിൽ വന്ന് ബെർമൂഡ ഇട്ടുകൊണ്ട് പ്രസംഗിക്കുവാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ബെർമൂഡ ഇട്ടുകൊണ്ടൊക്കെ സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? യേശു സ്വർഗത്തിൽ നിക്കറോട്ട് നടക്കുന്നതെന്ന്. അതിൻ്റെ ഒരു ഭാവമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞ് അമ്മാതിരി വിട്ടിട്ട് അവൻ പടച്ചിറക്കി. അവനെ വാരി വലിച്ച് ഒട്ടിച്ച് ഭിത്തിയിൽ. അതുപോലെ തന്നെ അറിയില്ല, സൈത്ത് പാസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു വിദ്വാൻ രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ രംഗത്തിറക്കുന്നു. എന്നിട്ട് അത്ഭുത രോഗശാന്തി കാണിച്ചിട്ട് കോടികളുണ്ടാക്കിയ ആ വിദ്വാൻ്റെ കഥയൊക്കെ നമുക്കും അറിയാം. അങ്ങനെ പല മണ്ടന്മാർ ഇത്തരത്തിലുള്ള ഈ ഒരു മണ്ടത്തരം കാണിച്ചു കൂട്ടും. അതോടുകൂടി അവരുടെ ചീട്ട് കയറും. ഇനി നമ്മുടെ അച്ഛന്മാരുടെ കാര്യം,
അത് വലിയ രസമാണ് കേട്ടോ. അറിയാമല്ലോ, നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. പീഡന കേസിലാണ് പുള്ളി അകത്ത് പോയത്. എത്രയോ പീഡനങ്ങൾ നടന്നിരിക്കുന്നു. അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വേറെ. ഇതെല്ലാം രോഗശാന്തി എന്ന് പറയുന്ന ആ തട്ടിപ്പിൻ്റെ പേരിലാണ് ഇത്രയും അത്ഭുതങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇതിൻ്റെ പിറകിൽ ഒരു വൻ ജനസമൂഹം തന്നെ ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരെയും അല്ല കേട്ടോ, വീണ്ടും പറയുകയാണ്. ഒരു ന്യൂനപക്ഷം നല്ല പ്രവൃത്തി ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ ഉസ്താദന്മാർ എന്തുമാത്രം കാപട്യം കാണിച്ചു കൂട്ടുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടും നമുക്ക് വെറുതെ പോകണം. മദ്രസ അധ്യാപകരാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത്. എല്ലാം വിശ്വാസത്തിൻ്റെ പേരിലാണ്. അങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട് തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. തട്ടിപ്പ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പിടിക്കപ്പെടുമ്പോഴാണ് ഇവരുടെ തനി സ്വരൂപം പുറത്തു വരുന്നത്. പിടിക്കപ്പെടാത്തവരിപ്പോഴും രാജാവിനെ പോലെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ. ഈ അടുത്ത സമയത്ത് മറ്റൊരു കഥാപാത്രം രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പ്രവീൺ എന്ന് പറഞ്ഞൊരു പയ്യൻ, മുടിയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റയൊക്കെ അടിച്ച് ഒരു പ്രത്യേക ന്യൂജൻ പാസ്റ്റർ. ആ ന്യൂജൻ പറയുന്നത് കേട്ട് ഭയങ്കര വിറ്റായിട്ട് ആളുടെ കാര്യം. ആൾ സ്റ്റേജിൽ വന്നിട്ട് ആൾക്കാരെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 10 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് 100 രൂപയായിട്ട് ഇരട്ടിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഭയങ്കര വിറ്റാൾ കാണിച്ചു കൂട്ടിയത്. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സ്തോത്ര കാഴ്ച നമ്മുടെ സഭയിൽ വേണ്ട, പകരം നിങ്ങളുടെ കയ്യിലുള്ളത് 1000-ഓ 2000-ഓ ആയിക്കോട്ടെ, അത് ദൈവസന്നിധി അർപ്പിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പം അത് ഇരട്ടിയായിട്ട് കിട്ടും എന്നൊരു വലിയ സൗണ്ടൊക്കെ, ഇവർക്ക് പ്രത്യേക സൗണ്ടൊക്കെയാണ്. സൗണ്ടൊക്കെ മാറ്റി അങ്ങ് അടിച്ച് വിട്ടു. പാവപ്പെട്ടവരെന്ത് അറിയുമോ, കയ്യിലുള്ളത് വണ്ടിക്കൂലി കരുതി വെച്ചതും അല്ലെ പിള്ളേരുടെ ഫീസിനെ കരുതി വെച്ചിരുന്നതൊക്കെ പൈസയൊക്കെ എടുത്ത് നേരെ ആ കൊട്ടയിലോട്ട് അങ്ങ് കമത്തി. 1000 2000 ഒന്നും അല്ല, 20,000 വരെ ഇട്ട ആൾക്കാർ വരെ ആ കൂട്ടത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേട്ട് നോക്കാതെ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കും. ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കിയേ. എന്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ 110 രൂപ ദൈവം തിരിച്ചു തരും. ഇന്ന് ഇവിടെ സ്തോത്ര കാഴ്ച എടുക്കുന്നില്ല. പകരം ഈ ഹാളിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം. തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ നടന്നു പോവോ അതൊന്നും എന്റെ വിഷയമല്ല. ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യിപ്പിക്കുന്നു. എടുക്കടാ, പേഴ്സ് ഉണ്ടോ? പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം. കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉള്ളവരും കൂടെ കയറിക്കോ. നിന്റെ പേഴ്സ് ഇല്ലേ? ഇല്ല. പൈസ ഉണ്ട് അക്കൗണ്ടിൽ? ഉണ്ടാ? ഉണ്ട്. കൈപൊക്ക. ഈ നിൽക്കുന്ന നിങ്ങളിൽ, കൈപൊക്കി പിടിച്ചേക്കുന്ന നിങ്ങളിൽ 1000 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവരില്ലല്ലോ. മിനിമം ഞാൻ പറയാണ് 1000 or 2000. നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് 2000 എടുക്കാൻ തോന്നുന്നവർ 2000 എടുക്കുക. 1000 എടുക്കാൻ പറ്റുന്നവർ 1000 എടുക്കുക. 500 വേണ്ട. 20,000 ഇട്ടോ. 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞത്? 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. ഈ പയ്യൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ രസമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ റീൽസ് ഇടുന്നവർ എന്നെ ഒന്ന് ഫേമസ് ആക്കണം, എന്നെ ഒന്ന് വൈറലാക്കണം. ശരിയാ, വൈറലാക്കി. പുള്ളി വൈറലുമായി ഏറിലുമായി അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ അമ്മാനോട് കൊണ്ട പാസ്റ്റർമാർ, അവരുടെയൊക്കെ ജീവിത പ്രശ്നമില്ലേ പുള്ളി മുട്ടിച്ചത്. അങ്ങനെ പാസ്റ്റർമാരും അച്ഛന്മാരെല്ലാം തെറിയോട് തെറി. വിശ്വാസ സമൂഹം മുഴുവൻ പുള്ളിയെ എടുത്ത് കുടഞ്ഞു, ചുരുക്കി പറഞ്ഞല്ലോ. അവസാനം പുള്ളിക്ക് എൻ്റെ പശ്ചാത്താപമായി. അയ്യോ, പറഞ്ഞത് വണ്ടത്തിലായിപ്പോയല്ലോ. ഒരു കുഴപ്പമില്ലാതെ വെയിൽ കൊള്ളാതെ സൂക്ഷിച്ച് ജീവിച്ചിരുന്ന അയാളുടെ നാക്കിൽ കയറി അങ്ങ് ഉടക്കി പറഞ്ഞു പോയി. അതിന് തർജ്ജിമ ഞാനൊക്കെ ഒരു പെങ്കൊച്ചൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. വലിയ സെറ്റപ്പോട് കൂടി തന്നെയാണ് പുള്ളി സ്റ്റേജിലേക്ക് വന്ന് ഈ അഭ്യാസങ്ങളൊക്കെ കാട്ടിയത്. എന്തായാലും വരുമാനം നിലയ്ക്കുമെന്ന് ഉറപ്പായപ്പോൾ പുള്ളി പ്ലേറ്റ് അങ്ങ് മാറ്റി. പിന്നെ പറഞ്ഞെന്തറിയാമോ, പുള്ളിക്ക് കുറേ കടവുണ്ട്. പള്ളിക്ക്, പുള്ളിയുടെ ചർച്ചിന് കുറേ കടവുണ്ട്. കറണ്ട് ബില്ല് അടച്ചില്ല, വെള്ളത്തിൻ്റെ ബില്ല് അടച്ചില്ല, എന്തൊക്കെയോ അടച്ചില്ല. അതിൻ്റെയൊക്കെ ഭാരിച്ച് ബില്ല് വന്ന് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് ഈ കുബുദ്ധി. അങ്ങനെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞൊന്നും അല്ല, 100 ഇട് അല്ലെങ്കിൽ 500 ഇടൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. 12,000 രൂപയാണ് ചോദിച്ചേക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന്. ഇപ്പം എത്ര രൂപ വന്ന് മറിഞ്ഞു കാണും? 8. ഒരുപാട് ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഇരട്ടിയാവുമെന്നും പറഞ്ഞു 1000-ന് പകരം 2000 ഒക്കെ ഇട്ടവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ കൺവെൻഷനൊക്കെ തീർന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ തീർന്ന് ആൾക്കാരെല്ലാം പാഞ്ഞു മറിച്ച് വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഉള്ളതും പോയി ചൊള്ളക്കാണ്. എന്തോ രേവതി പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അവിടെ ദീപവും എന്തോ മറ്റേയും വന്നിട്ട് ജ്യോതിയും വന്നില്ല, ആ സാധനം വന്നില്ല പറഞ്ഞല്ലോ. അതുപോലത്തെ അവസ്ഥയായിപ്പോയി. ഒന്നും സംഭവിച്ചില്ല. അവിടെ പൈസ ഉണ്ടാക്കിയതാരാ? നമ്മുടെ മിടുക്കനായിട്ടുള്ള ഇവിടെ ഒക്കെ വെട്ടി കുട്ടമനായിരുന്ന നമ്മുടെ ന്യൂജൻ പാസ്റ്ററാണ് പൈസ ഉണ്ടാക്കിയത്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാനോ ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ എൻ്റെ നിവൃത്തികേടുണ്ട്. നിവൃത്തികേടെന്ന് പറയാൻ കാരണം ചർച്ചിൻ്റെ കറണ്ട് ബില്ല്, ചർച്ചിൻ്റെ ആവശ്യങ്ങൾ, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, അതുപോലെ റെന്റ് എല്ലാം കൂടെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പം ഞാൻ സഭയെ ആ കാര്യം ധരിപ്പിച്ചു. അപ്പോൾ ഒരു നിയോഗത്തോടെ ഞാൻ സഭയോട് പറഞ്ഞു, ഒരാൾ 10,000 രൂപ അല്ല 1,00,000 രൂപ കൊടുക്കുന്നതും
ഒരു സഭയിൽ ഒരുമിച്ച് കൂട്ടായ്മയോടെ നിൽക്കുന്നവർ എല്ലാവരും പരസ്പരം ഒരുമിച്ച് നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരു കൂട്ടായ്മയാകുമല്ലോ എന്നുള്ള നിലപാടിലാണ് അന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തത്. പെന്തക്കോസ്ത് സഭകളിൽ ദശാംശം എന്ന പതിവുണ്ട്. എൻ്റെ സഭയിൽ അതില്ല. ദശാംശം ആളുകൾ വാങ്ങാറുണ്ട്. ഇപ്പം എന്നെ കുറ്റം പറഞ്ഞവരും ചീത്ത പറഞ്ഞവരും ഒക്കെ ഭൂരിപക്ഷം ആളുകളും പെന്തക്കോസ്ത് വിശ്വാസികളാണ്. ആ പെന്തക്കോസ്ത് വിശ്വാസികൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ഈ ചീത്ത പറയുന്നവരും നിങ്ങളുടെ സഭയിൽ ദശാംശം കൊടുക്കുന്നവരാണ്. എന്നെ ചീത്ത വിളിച്ച പാസ്റ്റേഴ്സ് പോലും ഞാൻ പണപ്പിരിവ് നടത്തി എന്നാണ് പറയുന്നത്. ഞാൻ ആ പിരിവ് നടത്തിയത് എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം നടത്താനോ എനിക്ക് വീട്ടിൽ അരി വാങ്ങാനോ വേണ്ടി അല്ല. ഒരു കയ്യിൽ ആൻഡ്രൂസിനെയും മറുകയിൽ എണ്ണയും വെച്ച് അമ്മച്ചതെ പണ്ട് എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. കുപ്പയിൽ നിന്നും പോയ ഭൂതത്തിൻ്റെ കഥ. അമ്മച്ചിക്ക് എന്തിനാ അമ്മച്ചി ഈ പണം? ജാക്സൺ കാരിയോൺ. ഈ റിസാബാവോ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലേ. അമ്മച്ചിക്ക് എന്തിനാ പണമെന്നും പറഞ്ഞ് റിസാബാവോ അമ്മച്ചിയെ തട്ടിമറിച്ചിട്ട് ആ പണം കൊണ്ട് പോകുന്ന കാഴ്ച അല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഈ പാസ്റ്റർ, അതായത് ഈ പ്രവീണിൻ്റെയൊക്കെ അവസ്ഥ. അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. നിങ്ങളൊന്ന് ചിന്തിക്കുക, ദൈവത്തിന് എന്തിനാ ഈ പണം? പറ. സർവ്വചരാചരങ്ങളെയും മനോഹരമായിട്ടുള്ള ഈ ഭൂമിയെയും എല്ലാത്തിനും സൃഷ്ടിച്ച ദൈവം എന്തോ അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്? ഒരിക്കലും അല്ലെന്നേ. നിങ്ങൾ പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്തോ, അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. ചിലപ്പം അയ്യോഭാവി പാസ്റ്റർമാർ കാണും, അയ്യോഭാവി അച്ഛന്മാർ കാണും, പൂജാരിമാർ കാണും, ചില ഉസ്താദ്മാർ കാണും, ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ കാണും. അവർക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്തോ. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. അത് ദൈവത്തിലേക്ക് എത്തത്തില്ലെന്നേ. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഞാൻ ചെയ്തതിൽ ഭൂരിപക്ഷം ഇത്തരത്തിലുള്ള കപട പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിൽ പണം പിരിക്കുന്ന ഇത്തരം ആൾക്കാർക്ക് 10 പൈസ കൊടുക്കരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് അളിയന്മാർ ഇനി രംഗത്തിറങ്ങും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച്. അവരുടെ വലയിൽ ആരും വീഴല്ലേ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.